ഹേ ഗൈസ്, പെട്ടിയും കിടക്കൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞ് നിങ്ങളാരും വിഷമിക്കണ്ട കേട്ടാ. നമ്മളെ കൂട്ടുകാരന്മാർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിപ്പുറക്കോ. അടുത്ത വണ്ടിക്ക് തന്നെ നമ്മൾ പുറപ്പെട്ടു. എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം പിന്നീട് പറയാട്ടാ. അപ്പം നമ്മുടെ മൂത്താപ്പ അങ്ങ് തുഫായിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മളെയൊക്കെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ പിന്നെ പോവാതിരിക്കാൻ എങ്ങനെ പറ്റുക? അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല. 1:45 മെസ്സേജ് അയച്ച് എന്നോട് പറഞ്ഞു 2:30 വണ്ടി ഉണ്ടല്ലോ, അടുത്ത വണ്ടിക്ക് ഇങ്ങ് കയറിക്കോളീന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. നമ്മളെപ്പോലെ തന്നെ കുറച്ച് കിളിപോയ സാധനങ്ങളുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ ഒരു ടീമിനകത്ത് തിരഞ്ഞിട്ട തേങ്ങ എന്നൊക്കെ പറയാം. ഇത് എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പം നമ്മൾ നമ്മുടെ കണ്ണൂർ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മുടെ മൂത്താപ്പ വണ്ടിയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം അമ്മായി ഉണ്ടായിരുന്നു കേട്ടോ. മൂത്താപ്പേൻ്റെ മോനും അമ്മായിൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന മൂത്താപ്പ അമ്മായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചങ്കുകളാണ് കേട്ടോ. നമ്മൾ വിളിക്കും പോലെ മറ്റുള്ളവർ വിളിക്കുന്നതെന്ന് അവർക്ക് വിളിക്കൂലേ, അത് വേറെ കാര്യം. നാറാത്തുനിന്ന് കമ്പ് പോയി നമ്മൾ അമ്മായിനെയും കൂട്ടി കമ്പിന്ന് നമ്മളെ റിജിലിൻ്റെ മക്കൾക്ക് ഡ്രസ്സും എടുത്ത് വരുന്ന വഴി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും വന്ന് എന്നെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മൂത്താപ്പ നമ്മുടെ സ്വന്തം ചാൽ ബീച്ചിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ റിജിലിൻ്റെ കുഞ്ഞുമോളെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നുള്ളത്. ഏകദേശം നമ്മളെ പേര് പോലെ തന്നെയാണ് കേട്ടോ. എല്ലാം ഒരുപോലെ തന്നെയാണ്. കിളിപോയ ടൈപ്പാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഫോട്ടോസെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റിജിലിൻ്റെ കുഞ്ഞുമോളെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ കുട്ടിക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ എല്ലാവരും കുറച്ച് സമയം, അതായത് കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ കൂടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വർത്താനം പറഞ്ഞ് തേയുന്നില്ല കേട്ടോ. കാരണം എന്തൊക്കെയോ പണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എല്ലാവരും വാരിക്കൊണ്ടിരിക്കും. ഒരു നിമിഷം ആ സ്കൂൾ കാലത്തേക്കൊക്കെ പോയി കേട്ടോ ഞങ്ങൾ. അപ്പോൾ ട്രോഫികളുള്ളവരൊക്കെ അവരവരുടെ ട്രോഫികളെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. എല്ലാം കണക്കാട്ടോ, ഒന്നിനൊന്നും വെച്ചാണ് ഇതിലുള്ള എല്ലാം. പിന്നെ ഈ നല്ല അടിപൊളി വെറൈറ്റി സാധനം രണ്ടെണ്ണമുണ്ട് കേട്ടോ. അത് രണ്ടും ഇവിടെ ഇല്ല. ഒന്ന് നമ്മുടെ ഗ്ലാഡി നാട്ടിലേക്ക് പോയിട്ടുള്ള ഇതെല്ലാം നമ്മളെ ട്രോഫികളാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അക്ക ലാവണ്യ, പുള്ളി ചെന്നൈയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരില്ല. എന്തൊക്കെയോ പൊയ്പ്പ് പറഞ്ഞ് ചിരിക്കുന്നതാണ് കേട്ടോ. എന്നാന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല പറയുന്നെന്നുള്ളത്. എല്ലാവരും ഒരുമാതിരിപ്പെട്ട ചിരിയാണ്. അപ്പോൾ എന്തോ കാര്യമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലായിട്ടില്ല. ഞാനും പിന്നെ ചിരിച്ച്. അങ്ങനെ നമ്മുടെ ബാക്കി 2 ടീംസിനെ നമുക്ക് നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മൾ വിട്ടൊന്നും കൊടുക്കില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഓണത്തിന് ആദ്യമേ കൂടാൻ വേണ്ടി നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണനാണ് കേട്ടോ, ജഗജാല കില്ലാടി. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതൊരച്ഛൻ്റെ രോദനം എന്ന് പറയേണ്ടി വരും. കടപ്പുറം ബീച്ചിലേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടും കൂടി ഒരു ജോഡി ഡ്രസ്സ് എടുക്കാതെ വന്ന് കുട്ടി കടലിൽ വന്ന് കളിച്ച് നനഞ്ഞിട്ട് ഉപ്പ അതിനെ ഉണക്കേണ്ടത് അത്രപ്പാടാണ്. അതും കഴിഞ്ഞ് നമ്മുടെ കാറ്റാടി കഫയും അല്ലെങ്കിൽ ബീച്ചിൻ്റെ മനോഹാരിതയൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെ പോയത് നമ്മുടെ അരീഷേട്ടൻ്റെ തട്ടുകടയിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി സീ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്ന നമ്മുടെ സ്വന്തം തട്ടുകട. സത്യം പറഞ്ഞാൽ ഉച്ചക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന തിരക്കിൽ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഒന്നും. ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ ഓർഡറുകൾ പറയുന്നു, പ്ലേറ്റുകൾ വരുന്നു, വാരി വലിച്ച് തിന്നുന്നു, എന്താണ്ടൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ആ നിലവിളി ശബ്ദമിടൂന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി ലാസ്റ്റ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ടൊരു ഈവനിങ് എൻജോയ് ചെയ്ത് ഒരു തേങ്ങലോടെ ഞങ്ങളെല്ലാവരും പിരിഞ്ഞു കേട്ടോ.